ഹലോ, ഇതാണ് നമ്മുടെ ജിൻസിയുടെ ബ്രദറിൻ്റെ മനസ്സമ്മതമാണ്. അതിനൊരുങ്ങാനായിട്ടാണ് ജിൻസി ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ജിൻസിയുടെ മേക്കപ്പ് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നത്. ആദ്യം ജിൻസിയുടെ മുഖത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഐ മേക്കപ്പാണ് ചെയ്തത്. ലൈറ്റായിട്ടുള്ള ഐ മേക്കപ്പാണ് ചെയ്തത്. അതിനുശേഷം മുഖത്ത് കുറച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. മുഖത്തെ പാടുകളൊക്കെ മാറ്റി ഒരു ഫൗണ്ടേഷൻ ഇട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് മുഖത്തെ മേക്കപ്പ് നിർത്തി. ഒരുപാട് മേക്കപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെയർ അഴിച്ചിടുന്ന സ്റ്റൈലിലൊരു ഹെയർ സ്റ്റൈലാണ് ജിൻസി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് മുടി ഒന്ന് പിന്നി കൊടുത്തിട്ട് ബാക്ക് അഴിച്ചിടുന്ന രീതിയിൽ നമുക്ക് ഹെയർ ചെയ്യാം. അങ്ങനെ ഫ്രണ്ടിലത്തെ മുടി പിന്നി സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് ഒന്ന് ചെറുതായിട്ട് കേളി ചെയ്ത് ഫ്രണ്ടിലിടാം. ആദ്യം പുറകിലത്തെ മുടി ഫുള്ളൊന്ന് അയൺ ചെയ്തിടാമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സ്റ്റൈലാക്കി അറ്റം മാത്രം ചെറുതായിട്ട് കേളി ചെയ്യുന്ന രീതിയിലാക്കാമെന്ന് വെച്ചു. ജിൻസിക്ക് അത്യാവശ്യം ലെങ്തുള്ള മുടിയാണുള്ളത്. അതുകൊണ്ട് ഹെയർ എക്സ്റ്റൻഷനൊന്നും വെക്കാൻ താല്പര്യമില്ല. പിന്നെ കേളി ഹെയറായിട്ട് കൊടുക്കുന്നതും ഇഷ്ടമില്ല. അതുകൊണ്ട് അറ്റം മാത്രമേ കേളി ചെയ്തുള്ളൂ. ബാക്കി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ജിൻസി അവിടെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഫെബി വന്നവിടെ. ഫെബിനെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഫെബിയുടെ മുടി കഴിഞ്ഞ ദിവസമാണ് സ്മൂത്തിങ് ചെയ്തത്. അതിനുശേഷം വാഷിങ്ങിന് ശേഷം ആദ്യമായിട്ടാണ് ഫെബി ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഫെബിനെ ഈ ഷേപ്പിൽ വേറെ ആരും കണ്ടിട്ടില്ല. ഫെബിയുടെ കസിനാണ് ജിൻസി. ജിൻസി ധാവണി എടുക്കാനാണ് ആദ്യം ആഗ്രഹിച്ചത്. പക്ഷേ ഈ തുണി അങ്ങനെ ഒതുങ്ങാത്തൊരു ടൈപ്പ് തുണിയാണ്. അപ്പോൾ വെച്ചപ്പോൾ അതില്ലാതെ ഒരുങ്ങുന്നതാണ് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് തോന്നിയത്. അതുകൊണ്ട് ധാവണി അല്ലാതെ വേറെ സ്റ്റൈലിൽ ഈ ഷോള് സെറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിൽ മാത്രം ഞൊറിച്ചിലെടുത്തിട്ട് ഒരു അരപ്പട്ട വെച്ചെടുക്കാൻ നോക്കിയിട്ട് അത് ജിൻസിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞങ്ങളത് ഉപേക്ഷിച്ചു. എന്നിട്ട് പിന്നെ അഴിച്ചിടുന്ന സ്റ്റൈലിൽ പിന്നെ ആ ഷോള് സെറ്റ് ചെയ്തു.
അഴിച്ചിരുന്ന രീതിയിൽ നോക്കിയിട്ടും ഈ തുണി സെറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ അയൺ ചെയ്ത് നോക്കി, എന്നിട്ടൊന്നും ഈ തുണി ഒതുങ്ങുന്നില്ല. കല്ലുള്ള ടൈപ്പ് ഷോളായിരുന്നു, അപ്പം അയൺ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അഴിച്ചിരുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തെടുത്തു. അവിടെ അത്രയും വെക്കാൻ ഫ്രണ്ട് വെക്കുമ്പോൾ ഇതിങ്ങനെ കിടക്കണോ ഭംഗി? അവിടെ മാത്രം കുറച്ച് വെക്കാനോ? എങ്ങനെയാണോ അങ്ങനെ ഒറ്റൊരു പോലെ ഇതോ ഫ്രണ്ടിലേക്ക് അത്രയും വരുന്നോ? വേണമെന്നില്ല. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതിയോ? മതി വെക്കണം. പരാതി മുല്ലപ്പൂ ഇങ്ങനെ 2 സൈഡിലും റബ്ബർ ബാൻഡ് കൊടുത്തിട്ട് മുടിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അനങ്ങാതെ ഫംഗ്ഷൻ കഴിയും വരെ ഇരുന്നോളൂ. ഇത് മുഴുവൻ പൊടിഞ്ഞു പോവാ. അങ്ങനെ മുല്ലപ്പൂവും കൂടി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ജിൻസിയുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജിൻസിയുടെ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് ജിൻസിയുടെ ഫൈനൽ ലുക്ക്. തിരിയാവോ കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.